പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. ഇൻഫോ മീഡിയ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ്. പറഞ്ഞതിലും നേരത്തെ അങ്ങനെ ക്ഷേമ പെൻഷൻ എത്തിയിരിക്കുകയാണ്. ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്ക് വഴി ഈ ഒരു വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ പരിശോധിക്കാം. നമ്മുടെ സംസ്ഥാനത്ത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് വളരെ വലിയ ആശ്വാസം നൽകുന്ന ഒരു പദ്ധതിയാണ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ. അതായത് ക്ഷേമനിധി പെൻഷനുകളുണ്ട്, വാർദ്ധക്യകാല പെൻഷനുണ്ട്, വിധവാ പെൻഷനുണ്ട്, അങ്ങനെ എല്ലാ തരത്തിലുമുള്ള പെൻഷനുണ്ട്. ഇതിൽ ക്ഷേമ പെൻഷൻ 1600 രൂപയിൽ നിന്ന് 2000 രൂപയാക്കി അത് കറക്റ്റായിട്ട് ഇപ്പോൾ വിതരണം ചെയ്യുന്നുമുണ്ട്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ജനുവരി മാസത്തെ ക്ഷേമ പെൻഷൻ തുക കഴിഞ്ഞു. അതിനുശേഷം ഇനി ഫെബ്രുവരി മാസമാണ്. 20-ാം തീയതി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി 22-ാം തീയതിയാണ്. മാത്രവുമല്ല, ഈ ഒരു പെൻഷൻ തുക കാത്തിരിക്കുന്ന വളരെയധികം ആളുകൾക്ക് വളരെ സന്തോഷം നൽകുന്ന ചില കാര്യങ്ങൾ, അതുപോലെ തന്നെ ദുഃഖകരമായിട്ടുള്ള വാർത്തകൾ മുൻപ് തന്നെ പുറത്തു വന്നിരുന്നു. ഈ പറഞ്ഞ 25-ാം തീയതിയായിരുന്നു നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ധനകാര്യമന്ത്രിയുടെ ഭാഗത്തുനിന്നൊക്കെ അറിയിപ്പുകൾ എത്തിയിരുന്നത്. പക്ഷേ നാളെ മുതൽ തന്നെ ക്ഷേമ പെൻഷൻ എത്തുമെന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. കാരണം മുൻപ് പറഞ്ഞിരുന്ന സമയങ്ങളിൽ കറക്റ്റായിട്ട് ക്ഷേമ പെൻഷൻ തുക വിതരണം ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചിരുന്നില്ല. പക്ഷേ ഈ അവസ്ഥയിൽ ഇപ്പോൾ ഇലക്ഷൻ അടുത്തിരിക്കുന്ന സമയത്ത് പറഞ്ഞതിന് മുമ്പേ തന്നെ ക്ഷേമ പെൻഷൻ തുക വിതരണം ചെയ്യുവാൻ സർക്കാർ കടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിനുവേണ്ടിയുള്ള തുക പൂർണ്ണ അളവിൽ തന്നെ ബഡ്ജറ്റിൽ അവതരിപ്പിക്കുകയും ചെയ്തു, അല്ലെങ്കിൽ ബഡ്ജറ്റിൽ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നാളെ മുതൽ തന്നെ തുക ലഭിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട കാര്യം, ഈ മാസം 28 ദിവസമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ തുക നേരത്തെ വിതരണം ചെയ്യുവാൻ ശ്രമിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇതുമായി ബന്ധപ്പെട്ട് മുൻപ് തന്നെ നമ്മൾ DBT സെൽ അധികൃതരുമായി സംസാരിച്ചപ്പോൾ തിങ്കളാഴ്ച മുതൽ 23-ാം തീയതി മുതൽ തന്നെ വിതരണം ചെയ്യുമെന്ന് മുൻപ് തന്നെ പറഞ്ഞതുമാണ്. ഇതിൻ്റെയൊക്കെ ഒരു കാര്യങ്ങൾ കണക്ക് കൂട്ടി നോക്കുമ്പോൾ നാളെ തന്നെ തുകയുടെ വിതരണം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഇത് ഒരു ദിവസം വൈകിയാൽ പോലും തുക മന്ത്രി പറഞ്ഞതിന് ഡേറ്റിന് മുമ്പാകെ തന്നെ തുകയുടെ വിതരണം നടത്തുകയും ചെയ്യും. ഇത് കൂടാതെ തന്നെ 200 രൂപ മുതൽ 500 രൂപ വരെയൊക്കെ ക്ഷേമ പെൻഷനുകളിൽ കുറവ് വരികയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം സംസ്ഥാന സർക്കാരിനോട് കണ്ടെത്തുവാൻ കേന്ദ്രം ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ക്ഷേമ പെൻഷൻ 1500 രൂപയും അതുപോലെ തന്നെ 1800 രൂപയൊക്കെ ആയിട്ട് ചുരുങ്ങുന്ന സാഹചര്യമാണ്. കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം വാങ്ങുന്ന ആളുകൾക്ക് ഇത് ബാധകമായി വരുന്ന ഒരു സാഹചര്യമാകും. മാത്രവുമല്ല, പെൻഷൻ തുക വാങ്ങുന്ന ആളുകൾ ഈ ഒരു കേന്ദ്ര ഗവൺമെൻറ് നൽകുന്ന തുക സംസ്ഥാന സർക്കാർ നൽകുകയാണ് എന്നുണ്ടെങ്കിൽ, ആ ഒരു വിഹിതം സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 2000 രൂപ തന്നെ പെൻഷൻ തുക ലഭിക്കുകയും ചെയ്യും. ഇതിനായാലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. വരുന്ന സമയങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കർശനമായിട്ടുള്ള നടപടികളൊക്കെ ഉണ്ടാകും. ഇതിപ്പോൾ കറക്റ്റായിട്ട് കൂടുതലായിട്ട് തുക വിതരണം ചെയ്യുന്നു, പെൻഷൻ തുക വർദ്ധിപ്പിച്ചിരിക്കുന്നു. സംസ്ഥാന സർക്കാരിന് വലിയ അളവിൽ തന്നെ തുക കൂടുതലായിട്ട് കണ്ടെത്തേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് ഈ ഒരു അർഹതപ്പെട്ട ആളുകളിലേക്ക് തുക എന്നുള്ള കൂടുതൽ പരിശോധനകളുമൊക്കെ നടക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇതുതന്നെയായാലും ഈ ഒരു കാര്യങ്ങളൊക്കെ പൊതുജനങ്ങളൊന്ന് പ്രത്യേകം മനസ്സിലാക്കുക. ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകൾക്കും ബാധകമായിട്ടുള്ള അറിയിപ്പുകളാണ് ഇവയെല്ലാം. അപ്പോൾ ഇത്രയുമാണ് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും